കന്യാസുതനേ ദൈവകുമാര മണ്ണിൻ രക്ഷകനേ ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഈ വാക്യത്തിൽ ദൈവം ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എത്ര ലളിതവും വ്യക്തവുമായാണ് നൽകുന്നത്. ആ ചോദ്യത്തിന് മനുഷ്യന് മുമ്പാകെ ഒരു ഉത്തരവുമില്ലായിരുന്നു. മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കുകയും ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്തതായ ചോദ്യം: ഒരു ദൈവമുണ്ടോ? ഉണ്ടെങ്കിൽ അവൻ എവിടെയാണ്? ആരെങ്കിലും അവനെ കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് മനുഷ്യന് അവനെ കാണാൻ കഴിയാത്തത്? എന്നാൽ ദൈവം പറയുന്നു, കണ്ണു തുറന്നു നോക്കൂ, ഞാൻ ഇവിടെയുണ്ട്. ഞാൻ സൃഷ്ടികർത്താവാം ദൈവമാണ്. ദൈവം ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും സൃഷ്ടിക്കുന്നു. 19-ാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിതാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. കർത്താവായ യേശുക്രിസ്തു സൃഷ്ടിതാവാം ദൈവമാണ്. അവൻ നമുക്കായി ഈ ഭൂമിയിൽ വന്നു, നമ്മുടെ രക്ഷയ്ക്കുള്ള വഴി തുറന്നു. നാം നമ്മുടെ പാപം ഏറ്റുപറഞ്ഞ് അവനെ സ്വീകരിക്കുമോ? പാപത്തെ ഉപേക്ഷിക്കാൻ തയ്യാറാണോ? അങ്ങനെ ചെയ്യുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. കാരണം വിശുദ്ധ വേദപുസ്തകത്തിൽ കൊലോസി ലേഖനത്തിൻ്റെ ആദ്യ അധ്യായത്തിൽ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിച്ചിരിക്കുന്നു. അവൻ സർവ്വത്തിനു മുമ്പെയുള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സഭ എന്ന ശരീരത്തിൻ്റെ തലയുമാകുന്നു. സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. മനുഷ്യന് പകരമായി പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്ത് ക്രൂശിൽ മരിച്ചു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. അവനെ നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.